നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഏഷ്യ കപ്പിന്റെ സൂപ്പർ ഫോറിലെ രണ്ടാമംഗത്തിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയ്ക്ക് ആദ്യം ബാറ്റിംഗ്. ടോസിന് ശേഷം ബംഗ്ലാദേശിന്റെ താൽക്കാലിക ക്യാപ്റ്റൻ ജാക്കർ അലി ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. പരിശീലനത്തിനിടെയേറ്റ പരിക്ക് കാരണം സ്ഥിരം നായകൻ ലിറ്റൺ ദാസിന് ഈ മത്സരം നഷ്ടമായി. കഴിഞ്ഞ മത്സരത്തിലെ അതേ ടീമിനെ തന്നെ ഇന്ത്യ നിലനിർത്തി. ബംഗ്ലാദേശ് ടീമിൽ 4 മാറ്റങ്ങളുണ്ടായിരുന്നു. തുടരെ രണ്ടാം ജയവുമായി ഫൈനൽ ഉറപ്പിക്കാനായിരിക്കും ഇന്ത്യയുടെ ലക്ഷ്യം. ടൂർണമെന്റിൽ ഇത്തവണ തോൽവിയറിയാത്ത ഏക ടീമാണ് സൂര്യകുമാർ യാദവിന്റെ മെൻ ഇൻ ബ്ലൂ. ഗ്രൂപ്പ് ഘട്ടത്തിൽ ചാമ്പ്യന്മാരായാണ് ഇന്ത്യ ആദ്യം കരുത്തുകാട്ടിയത്. ആദ്യ മത്സരത്തിൽ UAE 9 വിക്കറ്റിന് തകർത്താണ് ഇന്ത്യ അക്കൗണ്ട് തുറന്നത്. രണ്ടാമത്തെ കളിയിൽ ബദ്ധവൈരികളായ പാകിസ്ഥാനെയും ഇന്ത്യ നിലം തൊടിച്ചില്ല. തികച്ചും ഏകപക്ഷീയമായ മത്സരത്തിൽ 7 വിക്കറ്റിന്റെ വിജയമാണ് ഇന്ത്യ ആഘോഷിച്ചത്. പക്ഷേ മൂന്നാമത്തെ കളിയിൽ ഒമാനെതിരെ ടീം ചെറുതായൊന്നു പതറി. എങ്കിലും 21 റൺസിന്റെ വിജയം കൈക്കലാക്കി. സൂപ്പർ ഫോറിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരിക്കൽ കൂടി മുഖാമുഖം വന്നു. ബൌളിംഗിലും ഫീൽഡിംഗിലുമെല്ലാം ചില പിഴവുകൾ വരുത്തിയെങ്കിലും ബാറ്റിംഗ് കരുത്തിൽ 6 വിക്കറ്റിന്റെ വിജയം ഇന്ത്യ പിടിച്ചെടുത്തു. അന്ന് സംഭവിച്ച അബദ്ധങ്ങൾ ബംഗ്ലാദേശിനെതിരെ ആവർത്തിക്കാതിരിക്കാൻ ഇന്ത്യ ശ്രമിക്കേണ്ടതുണ്ട്. അതേസമയം സർപ്രൈസ് പ്രകടനമാണ് ലിറ്റൺ ദാസിന്റെ ബംഗ്ലാദേശ് ടീം ടൂർണമെന്റിൽ കാഴ്ചവെക്കുന്നത്. ശ്രീലങ്കയും അഫ്ഗാനിസ്ഥാനും ഉൾപ്പെട്ട ഗ്രൂപ്പ് ബിയിൽ നിന്നും അവർ പ്ലേ ഓഫിലെത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. ആദ്യ കളിയിൽ ഹോങ്കോങ്ങിനെ 7 വിക്കറ്റിന് തകർത്താണ് ബംഗ്ലാ ടീം തുടങ്ങിയത്. പക്ഷേ രണ്ടാമത്തെ മത്സരത്തിൽ ലങ്കയോട് അവർക്ക് 6 വിക്കറ്റിന്റെ പരാജയം നേരിട്ടു. എന്നാൽ അടുത്ത കളിയിൽ അഫ്ഗാനിസ്ഥാനെ 8 റൺസിന് വീഴ്ത്തി ബംഗ്ലാദേശ് സൂപ്പർ ഫോറിലേക്ക് ടിക്കറ്റെടുത്തു. ആദ്യ കളിയിൽ തന്നെ ശ്രീലങ്കയ്ക്ക് അവർ ഷോക്കും നൽകി. 4 വിക്കറ്റിനായിരുന്നു ബംഗ്ലാദേശിന്റെ സർപ്രൈസ് വിജയം.